ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നിയച്ചൻ. ഇംഗ്ലീഷ് ഭാഷ എളുപ്പത്തിൽ സംസാരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നൽകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷുകാർ അല്ല ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അത് നമ്മൾ കാണും. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ ആ കണ്ട കാര്യം ആവർത്തിച്ച് നമ്മൾ കേട്ട് അത് പഠിക്കും. നമുക്കറിയാം, നമ്മൾ മലയാളം പഠിച്ചത് ക്ലാസ്സുകളിലൊന്നും പോയല്ല, കേട്ട് പഠിച്ചതാണ്. അപ്പൊ അതുപോലെ നമ്മളും കേട്ട് പഠിക്കും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് കണ്ടു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, നമ്മൾ മലയാളത്തിൽ പറയുകയാണ് എനിക്ക് എഴുതാൻ പറ്റും, എനിക്ക് എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ കഴിയും. അല്ല, ഒരേ അർത്ഥം തന്നെയാണ് അല്ലേ? പല രീതിയിൽ നമ്മൾ പറയുന്നതേ ഉള്ളൂ, അർത്ഥം ഒന്ന് തന്നെയാണ്. എനിക്ക് എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് പാടാൻ സാധിക്കും. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ ഇക്കാര്യം പറയാൻ വേണ്ടി ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്ക് ക്യാൻ എന്നുള്ള വാക്കാണ്. ഇപ്പൊ എഴുതണ്ട, ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ക്യാൻ, CAN, ക്യാൻ. അപ്പൊ ഈ ക്യാന് പല ഉപയോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉപയോഗമാണ് നമ്മളിപ്പോ കണ്ടത്, കഴിവിനെ കാണിക്കാൻ. കഴിവ്, എനിക്ക് പാടാനുള്ള കഴിവുണ്ട്, അത് കാണിക്കാൻ. അല്ലെങ്കിൽ എനിക്ക് ഓടാനുള്ള കഴിവുണ്ട്, എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്, എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് പാചകം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് ക്യാൻ. അപ്പൊ അത് വേറെയും വാക്കുകളൊക്കെ ഉണ്ട്, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻ. അപ്പൊ അതിന്റെ വേറെ ഉപയോഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഉപയോഗം കാണാം. അപ്പൊ ഇതെങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്? ക്യാൻ നമ്മൾ ഷുഡ് ഉപയോഗിച്ച പോലെ, നമ്മൾ നേരത്തെ കണ്ടാണ് ഷുഡ്, നന്ന് കിട്ടാൻ ഷുഡ് ഉപയോഗിക്കും. അതുപോലെ പറ്റും, സാധിക്കും, കഴിയും എന്നൊക്കെ പറയുന്നതിന് ക്യാൻ ഉപയോഗിക്കും. അപ്പൊ അതിന്റെ ഫോർമുല ഇതാണ്. സബ്ജക്റ്റ് SUBJECT, സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് ബേസ് ഫോം അല്ലെ, വീണ്ടും വരുന്ന സാധനം ബേസ് ഫോം. ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബേസ് ഫോം കേട്ടോ. BASEFORM, ബേസ് ഫോം. ഇതാണ് ഇതിന്റെ ഫോർമുല. ഇത് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് എഴുതിയേക്കുക. ഓക്കെ, അണ്ട് ഇതിന്റെ കീഴ് നമ്മൾ കാണാൻ പോവുകയാണ്. എന്താണ് കാണാൻ പോകുന്നത്? ഇതിന്റെ ആദ്യത്തെ ഉപയോഗം എന്താണ്? എബിലിറ്റി. ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. എബിലിറ്റി എന്ന് വെച്ചാൽ കഴിവ് എന്നുള്ളതാണ്. ഓക്കെ, കഴിവിനെ കാണിക്കാൻ വേണ്ടി എനിക്ക് കഴിയും, ഇതാണ് പ്രധാന ഉപയോഗം. പിന്നെ അനുവാദത്തിന് വേണ്ടി ഉപയോഗിക്കാം, നമുക്ക് അടുത്ത ദിവസം കാണാം. എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി ഇപ്പോ എനിക്ക് എഴുതാൻ സാധിക്കും, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ ക്യാൻ. എഴുതാൻ വാക്ക് ബേസ് ഫോം എന്താണ്? എഴുതുക, അതാണ് ബേസ് ഫോം. ഇംഗ്ലീഷിൽ റൈറ്റ് അല്ലെ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റൈറ്റ്, WRITE, ഐ ക്യാൻ റൈറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ എഴുതാൻ പറ്റും അല്ലെ. അങ്ങനെ എല്ലായിടത്തും പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഇവിടെ അങ്ങനെയൊക്കെ പറയാം. എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം, മൂന്ന് ഉപയോഗിക്കാം. പക്ഷെ ഇംഗ്ലീഷിലെ ഐ ക്യാൻ എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ പല രീതിയിൽ നമ്മൾ പറയും. എനിക്ക് എഴുതാൻ സാധിക്കും, എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് എഴുതാൻ പറ്റും അല്ലെ. എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഐ ക്യാൻ റൈറ്റ്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ഐ എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ എനിക്ക്, ഐയുടെ തർജ്ജിമ ഞാൻ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എഴുതാൻ കഴിയും അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല, നമ്മുടെ ഭാഷ നമ്മൾ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ എനിക്കെന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുന്നത് ടു മീ എന്നുള്ളതാണ്. ടു മീ, എനിക്ക്, നമ്മൾ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ. അപ്പൊ ടു മീ ക്യാൻ റൈറ്റ് അങ്ങനെയല്ല പറയുന്നത്, ഐ ക്യാൻ റൈറ്റ് എന്നാണ്. ഐ ക്യാൻ റൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുള്ളൂ. അപ്പൊ നമ്മൾ തർജ്ജിമ ഞാൻ എഴുതാൻ കഴിയുന്നല്ല, എനിക്ക് എഴുതാൻ കഴിയും. നമ്മുടെ ഭാഷയുടെ പ്രത്യേകത അതാണ്. ഇതാണ്
പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് പഠിക്കുന്ന ഇതും നമുക്ക് ഇതിന്റെ ചോദ്യം കൂടി കണ്ടേക്കാം. അപ്പൊ കഴിവിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന എബിലിറ്റി അല്ലെ, കഴിവ്. എബിലിറ്റി എന്ന് വെച്ചാൽ കഴിവിനെ കാണിക്കാൻ വേണ്ടി ക്യാൻ ഉപയോഗിക്കും. ക്യാന്റെ കൂടെ എന്ത് ഫോം ഉപയോഗിക്കണം? ബേസ് ഫോം. ബേസ് ഫോമിന്റെ കളിയാ. അപ്പൊ ഇവൻ കേസ് നമ്മൾ കണ്ടു. ഗോ പോവുക, കം വരിക എന്ന് കാണുന്നതിനാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. അത് വെച്ചാൽ മതി. അപ്പൊ ക്യാൻ റൈറ്റ്, ഇതില് ശ്രദ്ധിക്കുക, രണ്ട് വാക്കുകൾ ക്യാൻ റൈറ്റ്. നമുക്ക് മലയാളത്തിൽ രണ്ട് വാക്കുകളാണ്, എഴുതാൻ കഴിയും. രണ്ട് വാക്കുകൾ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ. ഷുഡ് വെച്ചപ്പോ ഒന്ന് ഓർക്കുക, ഷുഡ് ഗോ, പോകണം. മലയാളത്തിൽ ഒരു വാക്കായിരുന്നു, പോകണം, ഒറ്റ വാക്കാ. ഇംഗ്ലീഷിൽ അവിടെയും രണ്ട് വാക്കാണ്. ഷുഡ് ഗോ എന്ന് പറഞ്ഞാല് നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോകണം എന്ന് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് വാക്കുകൾ മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇനി നമ്മൾ ചോദ്യം കൂടി ഉണ്ടാക്കാൻ പഠിക്കാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാം. എനിക്ക് എഴുതാൻ കഴിയുമോ? അതാണ് ചോദ്യം. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഞാൻ പോകണോ ചോദിക്കുന്ന പോലെ ഇവിടെ എനിക്ക് എഴുതാൻ കഴിയുമോ? ഇംഗ്ലീഷുകാർ എങ്ങനെ ചോദ്യം ഉണ്ടാക്കുന്നത്? വെർബിന്റെ ക്രിയയുടെ ആദ്യത്തെ ഭാഗം പൊക്കിക്കൊണ്ടുവന്ന് മുമ്പിലിടും. ആദ്യത്തെ ഭാഗം പൊക്കിക്കൊണ്ടുവന്ന് മുൻപിലിടും. അപ്പൊ ചോദ്യമായി ഷുഡ് ഐ ഗോ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ക്യാന പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേച്ചാൽ അത് എല്ലാവരും കൊണ്ട് ഒത്തുപിടിച്ച് ക്യാന പൊക്കുകയാണ്. അപ്പോ ക്യാൻ ഐ റൈറ്റ്, ഇത് ചോദ്യമാണ്. എനിക്ക് എഴുതാൻ കഴിയുമോ? എനിക്ക് എഴുതാൻ കഴിയുമോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ക്യാൻ വെച്ചുള്ള ഉപയോഗം. എനിക്ക് എഴുതാൻ പറ്റും, ഐ ക്യാൻ റൈറ്റ്. എനിക്ക് എഴുതാൻ പറ്റുമോ? ക്യാൻ ഐ റൈറ്റ്. അത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് വേറൊരു സാധനം കൂടി ഒന്ന് കാണായേ. എന്താണെന്നറിയോ? ദിസ് അറിയായിരിക്കും നിങ്ങൾക്ക്. ദിസ്, THIS. ദിസിന് ഇത് എന്നുള്ള അർത്ഥമുണ്ട്, ഈ എന്നുള്ള അർത്ഥം. ഈ എന്താണെന്നറിയോ? ഇതെന്ന് പറയൂലേ. പിന്നെ ഈ പുസ്തകം ദിസ് ബുക്ക്. അവര് ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ദിസ് ബുക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ. പിന്നെ ഇതിന്റെ ഇംഗ്ലീഷുകാർക്ക് ഇതിന്റെ പ്ലൂറൽ ഉണ്ട്. ഇതിന്റെ പ്ലൂറൽ എന്താണ്? ഇവ എന്ന് പറയും. ഇതിന്റെ നമ്മൾ മലയാളത്തിൽ എന്ന് തന്നെ പറയണം. നമുക്ക് ഈ പ്രശ്നമില്ല. പക്ഷെ ഇംഗ്ലീഷുകാർക്ക് പ്രശ്നമാണ്. ഇവര് എന്ത് പറയുന്ന അറിയോ? ദീസ്, നമ്മൾ എക്സ്ട്രാ പഠിക്കുകയാണ്. ദീസ് ബുക്സ് എന്ന് പറയണം. അത് ഇംഗ്ലീഷിന്റെ പ്രത്യേകതയാണ്. എന്ത്? ദീസ് ബുക്സ് എന്ന് പറയണം. ദിസ് ബുക്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവർ സമ്മതിക്കത്തില്ല കേട്ടോ. നമ്മളൊരു കണക്കിനാണ് അവരെ ഇന്ത്യയിൽ നിന്ന് വിട്ടത്. നമ്മൾ ഇങ്ങനെ എങ്ങാനും പറഞ്ഞാൽ അവർ തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് ദീസ് ബുക്സ് എന്ന് പറയണം. പക്ഷെ മലയാളത്തിൽ നമ്മൾ എപ്പോഴും ഈ എന്നുള്ള വാക്കിന് ഈ പുസ്തകം രണ്ടിടത്തും നമ്മൾ ഈ എന്ന് തന്നെ പറയുള്ളൂ. ഈ പുസ്തകങ്ങൾ നമുക്ക് വാക്ക് മാറില്ല. പക്ഷെ ഇംഗ്ലീഷുകാരും മാറ്റും. അത് അവരുടെ അനുസരിച്ച് മാറ്റിക്കാൻ ദിസ് ബുക്ക് എന്ന് പറയണം. ദീസ് ബുക്സ് പറയാവൂ. പിന്നെ ദിസ് എന്ന് പറയുമ്പോ ഇത്, രണ്ടർത്ഥമുണ്ട്. പിന്നെ ദീസ് എന്ന് പറയുമ്പോ ഇവ എന്റേതാണ്. ദീസ് ആർ മൈൻ. നമുക്ക് പിന്നീട് കാണാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്ന് എഴുതിയെടുക്കണേ. നോക്ക്, ഇത് എഴുതിയിട്ട് ഇത് എഴുതാം. ഓക്കെ, അതെല്ലാം ഒരുമിച്ച് എഴുതാം. ഇത് ഒരെണ്ണം കൂടി കണ്ടേക്കാം. അപ്പൊ ഇത് ക്ലിയർ ആണോ? ഇനി ദിസ് എന്ന് പറയുന്നത് ദാറ്റ്. നമുക്കറിയാം ദാറ്റ് എന്ന് പറയുമ്പോൾ അത്, അല്ലെങ്കിൽ എന്ന് പറയുക ആ പുസ്തകം, ദാറ്റ് ബുക്ക്. ഇതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പിന്നെ ഇതിനും പ്ലൂറൽ അവർക്കുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ അവരെ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് തലവേദനയായി. അവയ്ക്ക് നമുക്ക് പ്ലൂറലുണ്ട്. അതിന് അവ എന്ന് പറയും. പക്ഷെ നമുക്ക് ഇതിനും പ്ലൂറൽ ആ പുസ്തകങ്ങൾ, ആ മരങ്ങൾ, ദോസ് ട്രീസ്, ആ മരം, ദാറ്റ് ട്രീ, ദോസ് ട്രീസ് എന്ന് പറയണം. ഇംഗ്ലീഷുകാർ സമ്മതിക്കില്ല അല്ലെങ്കിൽ. അപ്പൊ ഇത് ആദ്യം എഴുതുക. എന്തൊക്കെയാണ്? ക്യാൻ എഴുതുക. എന്നിട്ട് സബ്ജക്റ്റ് പ്ലസിന്റെ ഫോർമുലയാണ്. ഇതെപ്പോഴും എഴുതിയാണ്. ക്യാൻ പ്ലസ് ബേസ് ഫോം. പിന്നെ ക്യാന് പല ഉപയോഗങ്ങളുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഉപയോഗം കഴിവിനെ കാണിക്കുക, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഉപയോഗം അനുവാദം, അത് നമുക്ക് വേറെ ക്ലാസ്സിൽ കാണാം. അപ്പൊ എബിലിറ്റി, കഴിവെന്ന് എഴുതുക. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് എഴുതാൻ പറ്റും, എനിക്ക് എഴുതാൻ സാധിക്കും. പിന്നെ അതിന്റെ ചോദ്യം, നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്ന രീതി കണ്ടു. ഈ വെർബാണ് ഇത്, ക്യാൻ റൈറ്റ് ആണ് വെർബ്. ക്യാൻ റൈറ്റ്, റൈറ്റ് മാത്രമല്ല, വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാൻ റൈറ്റ്, എഴുതാൻ പറ്റും, അതാണ് വെർബ്. അതിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുമ്പിലിട്ട ക്വസ്റ്റ്യൻ ആയി. പിന്നെ എന്താ നമ്മള് ദിസും ദീസും കണ്ടു, ദാറ്റും ദോസും കണ്ടു. അത് ഇംഗ്ലീഷുകാർ എങ്ങനെയാണ്? ആ വീട്, ദാറ്റ് ഹൗസ്, ആ വീട്, ദാറ്റ് ഹൗസ്. ആ വീടുകൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഹൗസസ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ദോസ് ഹൗസസ് എന്ന് പറയണം, ദോസ് ഹൗസസ് അല്ലേ. ആ പക്ഷി, ദാറ്റ് ബേർഡ്. ആ പക്ഷികൾ എന്ന് പറയുമ്പോൾ ദോസ് ബേർഡ്സ് എന്ന് പറയണം, ദോസ് ബേർഡ്സ്. ഈ പക്ഷി, ദിസ് ബേർഡ്. ഈ പക്ഷികൾ എന്ന് പറയുമ്പോൾ ദീസ് ബേർഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയണം. അപ്പൊ അതും കൂടി ഒന്ന് എഴുതിയെടുത്തേക്കുക. അപ്പൊ നിങ്ങൾ പോസ് ചെയ്ത് എഴുത്, ഞാനിപ്പോ മായ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ക്യാൻ്റെ ഉപയോഗം കണ്ടു, നമ്മൾ ഇത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാണ്. എനിക്ക് അല്ലെ, നമ്മൾ അതിന്റെ വ്യത്യാസം കണ്ടു. ഇംഗ്ലീഷിൽ ഐ പറയുന്നെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ പ്രത്യേകത അനുസരിച്ച് എനിക്കെന്ന് പറയുള്ളൂ, ഞാനെന്നല്ല പറയുന്നത്. നമ്മുടെ ഭാഷയുടെ പ്രത്യേകതയാണ്. എനിക്ക് എഴുതാൻ സാധിക്കും, ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ റൈറ്റ്. എനിക്ക് എഴുതാൻ സാധിക്കും, ഐ ക്യാൻ റൈറ്റ്. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യും. രണ്ട് കാര്യങ്ങളൊന്ന് ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. എനിക്ക് എഴുതാൻ സാധിക്കും, ഐ ക്യാൻ റൈറ്റ്. എനിക്ക് എഴുതാൻ സാധിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് പറയുക, ഞാൻ മലയാളം പറയും. അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മൾ കേട്ട് 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 അത് പഠിക്കും. എനിക്ക് എഴുതാൻ കഴിയും, 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 എനിക്ക് എഴുതാൻ സാധിക്കും, എനിക്ക് എഴുതാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ, എനിക്ക് എഴുതാൻ സാധിക്കുമോ? ക്യാൻ ഐ റൈറ്റ്, ക്യാൻ ഐ റൈറ്റ്. അപ്പൊ ചോദ്യമായി, ക്യാൻ മുമ്പിൽ കൊണ്ടുവന്നിട്ടാ ചോദ്യമായി. ക്യാൻ ഐ റൈറ്റ്. എനിക്ക് എഴുതാൻ കഴിയുമോ? ക്യാൻ ഐ റൈറ്റ്. എനിക്ക് എഴുതാൻ കഴിയുമോ? 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 ഇനി അടുത്തത് വി, നമുക്ക് എഴുതാൻ അല്ലെ. അവിടെയും വി എന്ന് പറയുമ്പോൾ ടുവസ് ആണ് നമുക്ക്, പക്ഷെ ഇംഗ്ലീഷിൽ വി എന്ന് പറയുള്ളൂ, നമ്മള് നമുക്കെന്ന് പറയുള്ളൂ. ഞങ്ങൾ എഴുതാൻ കഴിയും അങ്ങനെ നമ്മൾ പറയില്ല, നമ്മുടെ ഭാഷയുടെ പ്രത്യേകതയാണ്. പക്ഷെ നമ്മളത് പറഞ്ഞ് പഠിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എഴുതാൻ കഴിയും, വി ക്യാൻ റൈറ്റ്, വി ക്യാൻ റൈറ്റ്, വി ക്യാൻ റൈറ്റ്. നമുക്ക് എഴുതാൻ കഴിയും, നമുക്ക് എഴുതാൻ കഴിയും, നമുക്ക് എഴുതാൻ കഴിയും, നമുക്ക് എഴുതാൻ കഴിയും, നമുക്ക് എഴുതാൻ സാധിക്കും, നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. ചോദ്യം, ക്യാൻ മുമ്പിൽ കൊണ്ടുപോയിട്ടാ മതി. ക്യാൻ ബി റൈറ്റ്, ക്യാൻ ബി റൈറ്റ്. നമുക്ക് എഴുതാൻ കഴിയുമോ? ക്യാൻ ബി റൈറ്റ്, ക്യാൻ ബി റൈറ്റ്. നമുക്ക് എഴുതാൻ സാധിക്കുമോ? 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 നമുക്ക് എഴുതാൻ കഴിയുമോ? നമുക്ക് എഴുതാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ നമുക്ക് സാധിക്കുമോ, പറ്റുമോ, കഴിയുമോ, ഇതൊക്കെ ഒരേ അർത്ഥം. നമുക്ക് പല രീതിയിൽ മലയാളത്തിൽ പറയാം. നിനക്ക് എഴുതാൻ സാധിക്കും, നിനക്ക് എഴുതാൻ സാധിക്കും. കണ്ടോ, അവിടെ നിനക്കെന്നാ പറയണം, നീ എഴുതാൻ സാധിക്കുമെന്നും അല്ല മലയാളത്തിൽ. ഇതെല്ലാം അതുപോലെ തന്നെ അല്ലെ. പക്ഷെ ഇംഗ്ലീഷിൽ യു എന്നുള്ള, ടു യു എന്നുള്ളതാണ് നിനക്കെന്നുള്ളതിന് ഇംഗ്ലീഷ്. പക്ഷെ നമ്മൾ അങ്ങനെ പറയില്ല, എന്താണ് പറയാ, യു എന്ന് പറയുള്ളൂ. നിനക്ക് എഴുതാൻ കഴിയും, യു ക്യാൻ റൈറ്റ്. നിനക്ക് എഴുതാൻ കഴിയും, യു ക്യാൻ റൈറ്റ്. നിനക്ക് എഴുതാൻ സാധിക്കും, ഞാൻ മലയാളം, നിങ്ങൾ ഇംഗ്ലീഷ്. ഉറക്കെ പറയണേ, നിങ്ങൾ പറയുന്നത് കേൾക്കണം. നിനക്ക് എഴുതാൻ സാധിക്കും, 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 നിനക്ക് എഴുതാൻ കഴിയും, നിങ്ങൾക്ക് എഴുതാൻ കഴിയും, താങ്കൾക്ക് എഴുതാൻ കഴിയും, അങ്ങേക്ക് എഴുതാൻ കഴിയും. ഇനി അടുത്ത ചോദ്യം, ക്യാൻ മുമ്പിൽ കൊണ്ടുവന്നിട്ടാ മതി, നമുക്കറിയാം. എഴുതുമ്പോ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഓക്കെ, നിനക്ക് എഴുതാൻ സാധിക്കുമോ? നിനക്ക് എഴുതാൻ സാധിക്കുമോ? ക്യാൻ യു റൈറ്റ്, ക്യാൻ യു റൈറ്റ്. നിനക്ക് എഴുതാൻ സാധിക്കുമോ? ക്യാൻ യു റൈറ്റ്. നിനക്ക് എഴുതാൻ സാധിക്കുമോ? നിനക്ക് എഴുതാൻ സാധിക്കുമോ?
നിനക്ക് എഴുതാൻ കഴിയുമോ? 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 ഓക്കെ, നമുക്കിനി അവന് എഴുതാൻ, അല്ലെ, അവിടെയും ഹി, ടു ഹിം എന്നല്ല പറയുന്നത്, ഹി എന്നുള്ളതാണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ അവനെന്ന്, അയാൾക്ക്, അദ്ദേഹത്തിന് എന്നൊക്കെ പറയുള്ളൂ. അവന് എഴുതാൻ കഴിയും, ഹി ക്യാൻ റൈറ്റ്, ഹി ക്യാൻ റൈറ്റ്. അയാൾക്ക് എഴുതാൻ കഴിയും, ഹി ക്യാൻ റൈറ്റ്. അദ്ദേഹത്തിന് എഴുതാൻ കഴിയും, ഹി ക്യാൻ റൈറ്റ്. എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് മലയാളത്തിൽ പല വാക്കുകളുണ്ടെന്ന് മാത്രം. ഓക്കെ, അവൻ എഴുതാൻ കഴിയും, ഹി ക്യാൻ റൈറ്റ്. അവൻ എഴുതാൻ കഴിയും, അവൻ എഴുതാൻ കഴിയും. അയാൾക്ക് എഴുതാൻ കഴിയും, അയാൾക്ക് എഴുതാൻ സാധിക്കും, അയാൾക്ക് എഴുതാൻ സാധിക്കും. അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കും, അദ്ദേഹത്തിന് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ. അപ്പൊ ക്യാൻ മുമ്പിൽ ഇട്ടാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ ആയി, ക്യാൻ ഹി റൈറ്റ്, ക്യാൻ ഹി റൈറ്റ്, ക്യാൻ ഹി റൈറ്റ്. ഓക്കെ, ഇനി അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവന് എഴുതാൻ കഴിയുമോ? ക്യാൻ ഹി റൈറ്റ്, ക്യാൻ ഹി റൈറ്റ്. അവന് എഴുതാൻ കഴിയുമോ? അവന് എഴുതാൻ കഴിയുമോ? അവന് എഴുതാൻ കഴിയുമോ? അവന് എഴുതാൻ കഴിയുമോ? അയാൾക്ക് എഴുതാൻ കഴിയുമോ? അയാൾക്ക് എഴുതാൻ കഴിയുമോ? അയാൾക്ക് എഴുതാൻ കഴിയുമോ? ഓക്കെ, ഇനി അടുത്തത് ഷീ, അവൾക്ക്, അല്ലെ, നമ്മൾ അവൾക്ക് എന്ന് പറയുള്ളൂ, അവളെന്ന് പറയില്ല. പക്ഷെ ഇംഗ്ലീഷിൽ ഷീ പറയുള്ളൂ. അവൾക്ക് എഴുതാൻ സാധിക്കും, ഷീ ക്യാൻ റൈറ്റ്, ഷീ ക്യാൻ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയും, ഷീ ക്യാൻ റൈറ്റ്. എല്ലാം ഒന്ന് തന്നെയാണ്, കഴിയും, പറ്റും, സാധിക്കും. അത് മറന്നു പോകരുത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ മലയാളം, നിങ്ങൾ ഇംഗ്ലീഷ് പറയും. ഓർക്കെ പറയുന്നേ. അവൾക്ക് എഴുതാൻ കഴിയും, അവൾക്ക് എഴുതാൻ കഴിയും, അവൾക്ക് എഴുതാൻ കഴിയും, അവൾക്ക് എഴുതാൻ കഴിയും, അവൾക്ക് എഴുതാൻ സാധിക്കും, അവൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്യാൻ മുമ്പിൽ ഇട്ടാൽ മതി, അല്ലെ. ക്യാൻ ഷീ റൈറ്റ്, ക്യാൻ ഷീ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയുമോ? ക്യാൻ ഷീ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയുമോ? 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 ഓക്കെ, ഇനി അവർ, അതും മലയാളത്തില് അവർക്കെന്നേ നമ്മൾ പറയുള്ളൂ, അവരെന്ന് പറയില്ല. അവർക്ക് എഴുതാൻ സാധിക്കും. സെയിം ഇത് തന്നെയാണ്, എല്ലാത്തിനും ഒരേ സാധനം തന്നെ ഉപയോഗിക്കുന്നത്, ക്യാൻ പ്ലസ് ബേസ് ഫോം. അവർക്ക് എഴുതാൻ കഴിയും, ദേ ക്യാൻ റൈറ്റ്, ദേ ക്യാൻ റൈറ്റ്. അത്രേ ഉള്ളൂ, ദേ ക്യാൻ റൈറ്റ്. അവർക്ക് എഴുതാൻ സാധിക്കും, ദേ ക്യാൻ റൈറ്റ്. അവർക്ക് എഴുതാൻ സാധിക്കും, അവർക്ക് എഴുതാൻ സാധിക്കും, അവർക്ക് എഴുതാൻ സാധിക്കും, അവർക്ക് എഴുതാൻ സാധിക്കും, അവർക്ക് എഴുതാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ, അവർക്ക് എഴുതാൻ സാധിക്കുമോ? അവർക്ക് എഴുതാൻ കഴിയുമോ? എന്ത് ചെയ്യണം? ക്യാൻ കൊണ്ടുവന്ന് മുമ്പിലിട്ടാൽ മതി. ക്യാൻ ദേ റൈറ്റ്, ക്യാൻ ദേ റൈറ്റ്. അവർക്ക് എഴുതാൻ കഴിയുമോ? 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 അവർക്ക് എഴുതാൻ സാധിക്കുമോ? അവർക്ക് എഴുതാൻ പറ്റുമോ? ഓക്കെ, ഇനി അടുത്ത വെർബ് എടുക്കാം. നമ്മൾ 5 വെർബുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. 5 എണ്ണം. ഓക്കെ, ഇതിവിടെ ഇനി അടുത്തത് ഡു, ചെയ്യുക, അല്ലെ. ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഡു ബേസ് ഫോം ആണത്, അല്ലെ. ബേസ് ഫോമില് ഡു എന്ന് വെച്ചാല് ചെയ്യുക. ക്യാൻ ഡു എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയും, ക്യാൻ ഡു എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയും. അങ്ങനെ എനിക്ക് അത് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു ദാറ്റ്. അത് നമ്മൾ നേരത്തെ അല്ലോ, ഇന്നലെ ഉണ്ട്. അത് ഐ ക്യാൻ ഡു ദാറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ദാറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. എനിക്കത്, നമുക്ക് അതൊന്നും കൂടി കൂട്ടി പറയാം, കുറെ കൂടി മീനിങ് ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു ദാറ്റ്, ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും. ഇനി ക്വസ്റ്റ്യൻ, ക്യാൻ മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ മതി. ക്യാൻ ഐ ഡു ദാറ്റ്, ക്യാൻ ഐ ഡു ദാറ്റ്, ക്യാൻ ഐ ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഐ ഡു ദാറ്റ്, ക്യാൻ ഐ ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയുമോ? 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 അടുത്ത, എക്സ്ക്യൂസ് മീ,
അടുത്തത് വി, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും, അല്ലെ നമ്മൾക്കത് ചെയ്യാൻ കഴിയും, നമുക്കത് ചെയ്യാൻ കഴിയും, അല്ലെ മലയാളത്തിൽ പല രീതിയിൽ പറയാം. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും, വി ക്യാൻ ഡു ദാറ്റ്, വി ക്യാൻ ഡു ദാറ്റ്. ഡു ബേസ് ഫോം അല്ല, അത് ഓർത്തിരുന്നാൽ മതി. നമുക്കത് ചെയ്യാൻ കഴിയും, വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, നമുക്കത് ചെയ്യാൻ കഴിയും, വി ക്യാൻ ഡു ദാറ്റ്. നമുക്കത് ചെയ്യാൻ കഴിയും, നമുക്കത് ചെയ്യാൻ കഴിയും, നമ്മൾക്കത് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും, ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ, ക്യാൻ വി ഡു ദാറ്റ്, നമ്മൾക്കത് ചെയ്യാൻ കഴിയുമോ, നമ്മൾക്കത് ചെയ്യാൻ സാധിക്കുമോ, നമ്മൾക്കത് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം ഒരർത്ഥം തന്നെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ക്യാൻ മുമ്പിൽ കൊണ്ടുവന്നിടുക. ക്യാൻ വി ഡു ദാറ്റ്, ക്യാൻ വി ഡു ദാറ്റ്, നമുക്കത് ചെയ്യാൻ കഴിയുമോ, നമുക്കത് ചെയ്യാൻ കഴിയുമോ, നമുക്കത് ചെയ്യാൻ കഴിയുമോ, നമുക്കത് ചെയ്യാൻ കഴിയുമോ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ. ഓക്കെ, നിനക്കത് ചെയ്യാൻ കഴിയും, യു ക്യാൻ ഡു ദാറ്റ്, നിനക്കത് ചെയ്യാൻ സാധിക്കും, യു ക്യാൻ ഡു ദാറ്റ്. നിനക്കത് ചെയ്യാൻ സാധിക്കും, നിനക്കത് ചെയ്യാൻ സാധിക്കും, നിനക്കത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും, താങ്കൾക്കത് ചെയ്യാൻ സാധിക്കും, അങ്ങേക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്യാൻ മുമ്പിൽ കൊണ്ടുവന്നത് അല്ലെ, ക്യാൻ യു ഡു ദാറ്റ്, ക്യാൻ യു ഡു ദാറ്റ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ, ക്യാൻ യു ഡു ദാറ്റ്, ക്യാൻ യു ഡു ദാറ്റ്. നിനക്കത് ചെയ്യാൻ കഴിയുമോ, നിനക്കത് ചെയ്യാൻ കഴിയുമോ, ചോദ്യം. അപ്പൊ ക്യാൻ യു ഡു ദാറ്റ്, നിനക്കത് ചെയ്യാൻ കഴിയുമോ, 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 നിനക്കത് ചെയ്യാൻ കഴിയുമോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് പ്രത്യേകത കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഇംഗ്ലീഷിന്റെ ക്രമം വ്യത്യാസമുണ്ട്. നമ്മൾ മലയാളത്തിൽ വെർബ് അവസാനം പറയുള്ളൂ, ഇംഗ്ലീഷുകാർ അങ്ങനെയല്ല, സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടനെ വെർബ് പറയും, മറ്റു കാര്യങ്ങളൊക്കെ അതിന് ശേഷം പറയുള്ളൂ. അപ്പൊ അങ്ങനെ വ്യത്യാസം നമ്മൾക്ക് ഉണ്ട്, അതൊരു ഭാഷയുടെ പ്രത്യേകത നമ്മൾ കണ്ടു. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മലയാളം പറയുന്ന അതേപോലെ തന്നെ ഇംഗ്ലീഷും പറയാൻ നോക്കും, അപ്പോൾ ഇംഗ്ലീഷുകാർ തിരിച്ചു വരും, പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് പഠിക്കുക. അവന് അത് ചെയ്യാൻ കഴിയും, അവന് അത് ചെയ്യാൻ, നമ്മൾ മലയാളത്തിൽ അവന് അത് എന്ന് ഉടനെ പറയും, പക്ഷെ ഇംഗ്ലീഷിൽ ദാറ്റ് എന്നുള്ളത് അവസാനമോ പറയുള്ളൂ. നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്, വീണ്ടും പറഞ്ഞു എന്ന് മാത്രം. അവന് അത് ചെയ്യാൻ കഴിയും, ഹി ക്യാൻ ഡു ദാറ്റ്, ഹി ക്യാൻ ഡു ദാറ്റ്. അവനത് ചെയ്യാൻ കഴിയും, അവനത് ചെയ്യാൻ കഴിയും, അവനത് ചെയ്യാൻ കഴിയും, അവനത് ചെയ്യാൻ കഴിയും, അവനത് ചെയ്യാൻ കഴിയും. ഇനി ക്വസ്റ്റ്യൻ, അവനത് ചെയ്യാൻ കഴിയുമോ. അപ്പൊ ക്യാൻ മുൻപിൽ കൊണ്ട് ഇട്ടാൽ മതി അല്ലെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ക്യാൻ ഹി ഡു ദാറ്റ്, ക്യാൻ ഹി ഡു ദാറ്റ്, ക്യാൻ ഹി ഡു ദാറ്റ്. അവനത് ചെയ്യാൻ കഴിയുമോ, ക്യാൻ ഹി ഡു ദാറ്റ്. അവനത് ചെയ്യാൻ കഴിയുമോ, അവനത് ചെയ്യാൻ കഴിയുമോ, അയാൾക്കത് 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 ചെയ്യാൻ കഴിയുമോ. ഓക്കെ, അവൾക്കത് ചെയ്യാൻ കഴിയും, ഷീ ക്യാൻ ഡു ദാറ്റ്, ഷീ ക്യാൻ ഡു ദാറ്റ്. അവൾക്കത് ചെയ്യാൻ കഴിയും, അവൾക്കത് ചെയ്യാൻ കഴിയും, അവൾക്കത് ചെയ്യാൻ കഴിയും, അവൾക്കത് ചെയ്യാൻ കഴിയും, അവൾക്കത് ചെയ്യാൻ കഴിയും. ഇനി ക്വസ്റ്റ്യൻ, ക്യാൻ ഷീ ഡു ദാറ്റ്, ക്യാൻ ഷീ ഡു ദാറ്റ്. അവൾക്കത് ചെയ്യാൻ സാധിക്കുമോ, ക്യാൻ ഷീ ഡു ദാറ്റ്. അവൾക്കത് ചെയ്യാൻ സാധിക്കുമോ, അവൾക്കത് ചെയ്യാൻ സാധിക്കുമോ, അവൾക്കത് ചെയ്യാൻ സാധിക്കുമോ, അവൾക്കത് ചെയ്യാൻ കഴിയുമോ, അവൾക്കത് ചെയ്യാൻ കഴിയുമോ, അവൾക്കത് ചെയ്യാൻ കഴിയുമോ, അവൾക്കത് ചെയ്യാൻ കഴിയുമോ. ഇനി ലാസ്റ്റ് വൺ, അവർക്കത് ചെയ്യാൻ കഴിയും, ദേ ക്യാൻ ഡു ദാറ്റ്, ദേ ക്യാൻ ഡു ദാറ്റ്. അവർക്കത് ചെയ്യാൻ കഴിയും, ദേ ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, ആവർത്തിക്കുക ഉറക്കെ. അവർക്കത് ചെയ്യാൻ സാധിക്കും, അവർക്കത് ചെയ്യാൻ കഴിയും, അവർക്കത് ചെയ്യാൻ കഴിയും, അവർക്കത് ചെയ്യാൻ കഴിയും, അവർക്കത് ചെയ്യാൻ കഴിയും, അവർക്കത് ചെയ്യാൻ കഴിയും. ക്വസ്റ്റ്യൻ, അവർക്കത് ചെയ്യാൻ കഴിയുമോ, ക്യാൻ ദേ ഡു ദാറ്റ്, ക്യാൻ ദേ ഡു ദാറ്റ്.
അവർക്കത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ദേ ഡു ദാറ്റ്? ക്യാൻ മുമ്പിലിടുന്നു, ക്വസ്റ്റ്യൻ ആവുന്നു. അവർക്കത് ചെയ്യാൻ കഴിയുമോ? അവർക്കത് ചെയ്യാൻ സാധിക്കുമോ? അവർക്കത് ചെയ്യാൻ സാധിക്കുമോ? അവർക്കത് ചെയ്യാൻ സാധിക്കുമോ? അവർക്കത് ചെയ്യാൻ പറ്റുമോ? അവർക്കത് ചെയ്യാൻ കഴിയുമോ? ഓക്കെ. ഇനി അടുത്ത വെർബ് നമുക്ക് സ്വിം എടുക്കാം, അല്ലെ? സ്വിം. സ്വിമ്മിന്റെ അർത്ഥം എന്താണ്? നീന്തുക. നീന്തുക എന്ന് പറയുന്നതാണ് എന്ത് ഫോം? സ്വിം. SWIM. സ്വിം, നീന്തുക. ബേസ് ഫോം ആണ് ഇത്, ബേസ് ഫോം ആണ്. നീന്തുക, അല്ലെ? ക്യാൻ സ്വിം എന്ന് പറയുമ്പോൾ നീന്താൻ സാധിക്കുന്ന, നീന്താൻ പറ്റും, നീന്താൻ കഴിയും, ആ അർത്ഥം കിട്ടും. ഓക്കെ. അപ്പൊ നമ്മള് വീണ്ടും ഈ വെർബ് ഉപയോഗിച്ച് തുടരുകയാണ്. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം. ഐ ക്യാൻ സ്വിം. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. എനിക്ക് നീന്താൻ കഴിയും. എനിക്ക് നീന്താൻ സാധിക്കും. എനിക്ക് നീന്താൻ സാധിക്കും. എനിക്ക് നീന്താൻ സാധിക്കും. പിന്നെ ക്വസ്റ്റ്യൻ, എനിക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ ഐ സ്വിം? ക്യാൻ ഐ സ്വിം? എനിക്ക് നീന്താൻ സാധിക്കുമോ? എനിക്ക് നീന്താൻ കഴിയുമോ? 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 ഓക്കെ. അത് കഴിവിനെ കാണിക്കുന്നതാണ് ഇതെല്ലാം, എബിലിറ്റിയെ കാണിക്കാൻ. ഇനി നമുക്ക് നീന്താൻ കഴിയും. വി ക്യാൻ സ്വിം. വി ക്യാൻ സ്വിം. നമുക്കിവിടെ നമുക്ക് ഓക്കെ, നമുക്ക് നീന്താൻ കഴിയും. വി ക്യാൻ സ്വിം. വി ക്യാൻ സ്വിം. നമുക്ക് നീന്താൻ പറ്റും. നമുക്ക് നീന്താൻ കഴിയും. 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 ക്വസ്റ്റ്യൻ, ക്യാൻ മുമ്പിൽ വെച്ചാൽ ക്വസ്റ്റ്യൻ ആയി, അത്രയേ ഉള്ളൂ. ക്യാൻ വി സ്വിം? ക്യാൻ വി സ്വിം? നമുക്ക് നീന്താൻ കഴിയുമോ? 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 നമുക്ക് നീന്താൻ സാധിക്കുമോ? നമുക്ക് നീന്താൻ സാധിക്കുമോ? ഓക്കെ. നിനക്ക് നീന്താൻ കഴിയും. യു ക്യാൻ സ്വിം. യു ക്യാൻ സ്വിം. യു ക്യാൻ സ്വിം. നിനക്ക് നീന്താൻ കഴിയും. യു ക്യാൻ സ്വിം. ഓക്കെ. നിനക്ക് നീന്താൻ കഴിയും. നിനക്ക് നീന്താൻ കഴിയും. നിനക്ക് നീന്താൻ പറ്റും. നിനക്ക് നീന്താൻ പറ്റും. നിനക്ക് നീന്താൻ സാധിക്കും. നിനക്ക് നീന്താൻ സാധിക്കും. എല്ലാം ക്യാൻ തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ, ക്യാൻ മുമ്പിലിട്ടാ മതി, അല്ലെ? നിനക്ക് നീന്താൻ കഴിയുമോ? നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? ഓക്കെ. ഞാൻ മലയാളം, നിങ്ങൾ ഇംഗ്ലീഷ്. ഉറക്കെ പറയണേ. ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ കഴിയുമോ? 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 നിനക്ക് നീന്താൻ സാധിക്കുമോ? നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ? നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ? ഓക്കെ. അവന് നീന്താൻ കഴിയും. ഹി ക്യാൻ സ്വിം. ഹി ക്യാൻ സ്വിം. അവന് നീന്താൻ കഴിയും. ഹി ക്യാൻ സ്വിം. അവന് നീന്താൻ കഴിയും. 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 അയാൾക്ക് നീന്താൻ കഴിയും. അദ്ദേഹത്തിന് നീന്താൻ കഴിയും. എല്ലാം ഒന്ന് തന്നെയാണ്, അല്ലേ? ഇനി ക്വസ്റ്റ്യൻ, ക്യാൻ മുമ്പിലിടുക, ചോദ്യമായി. ക്യാൻ ഹി സ്വിം? അവന് നീന്താൻ പറ്റുമോ? ക്യാൻ ഹി സ്വിം? അവന് നീന്താൻ പറ്റുമോ? ക്യാൻ ഹി സ്വിം? അവന് നീന്താൻ പറ്റുമോ? അവന് നീന്താൻ പറ്റുമോ? അവന് നീന്താൻ കഴിയുമോ? 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 ഓക്കെ. ഇനി അടുത്തത്, അവൾക്ക് നീന്താൻ പറ്റും. ഷീ ക്യാൻ സ്വിം. ഷീ ക്യാൻ സ്വിം. അവൾക്ക് നീന്താൻ കഴിയും. അവൾക്ക് നീന്താൻ കഴിയും. അവൾക്ക് നീന്താൻ കഴിയും. അവൾക്ക് നീന്താൻ കഴിയും. അവൾക്ക് നീന്താൻ സാധിക്കും. അവൾക്ക് നീന്താൻ സാധിക്കും. അവൾക്ക് നീന്താൻ പറ്റും. അവൾക്ക് നീന്താൻ പറ്റും. ഈ ചോദ്യം ക്യാൻ കൊണ്ടുവന്ന മുൻപിലിട്ടാല് ചോദ്യമായി. ക്യാൻ ഷീ സ്വിം? ക്യാൻ ഷീ സ്വിം? ക്യാൻ ഷീ സ്വിം? അവൾക്ക് നീന്താൻ പറ്റുമോ?
അവൾക്ക് നീന്താൻ പറ്റുമോ? അവൾക്ക് നീന്താൻ പറ്റുമോ? അവൾക്ക് നീന്താൻ പറ്റുമോ? അവൾക്ക് നീന്താൻ പറ്റുമോ? അവൾക്ക് നീന്താൻ കഴിയുമോ? അവൾക്ക് നീന്താൻ കഴിയുമോ? അവൾക്ക് നീന്താൻ കഴിയുമോ? അവൾക്ക് നീന്താൻ കഴിയുമോ? ഇനി അവർക്ക് നീന്താൻ പറ്റും അല്ലെ, അവർക്ക് നീന്താൻ കഴിയും. അവർക്കുള്ള അതിനുള്ള കഴിവുണ്ടെന്നാ അല്ലേ. ദേ ക്യാൻ സ്വിം, ദേ ക്യാൻ സ്വിം. അവർക്ക് നീന്താൻ കഴിയും, കഴിയും. ദേ ക്യാൻ സ്വിം. അവർക്ക് നീന്താൻ കഴിയും. ദേ ക്യാൻ സ്വിം. അവർക്ക് നീന്താൻ കഴിയും. അവർക്ക് നീന്താൻ കഴിയും. അവർക്ക് നീന്താൻ കഴിയും. അവർക്ക് നീന്താൻ പറ്റും. അവർക്ക് നീന്താൻ പറ്റും. അവർക്ക് നീന്താൻ സാധിക്കും. അവർക്ക് നീന്താൻ സാധിക്കും. ഈ ചോദ്യം എന്ത് ചെയ്യണം? ഈ ക്യാൻ കൊണ്ടുവന്ന് പൊക്കി മുമ്പിലിട്ടാല് ചോദ്യമായി. ക്യാൻ ദേ സ്വിം, ക്യാൻ ദേ സ്വിം. പ്രാക്ടീസ് ചെയ്യാം. അവർക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ ദേ സ്വിം. അവർക്ക് നീന്താൻ കഴിയുമോ? 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 ഓക്കെ. ഇനി അടുത്ത വെർബ് നമുക്ക് സിങ്. സിങ് ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ടാണ്, പാടാൻ പറ്റും. സിങ് സിങ് പറയുമ്പോ തന്നെ പാട്ട് വരുന്നു. ഞാൻ പാട്ടുകാരൊന്നുമല്ല, എന്നാലും വാക്ക് കേൾക്കുമ്പോ തന്നെ പാട്ട് വരുന്നു. ഓക്കെ. സിങ് ദ ബേസ് ഫോം ആണ്. ബേസ് ഫോം എന്ന അർത്ഥം എന്തായിരിക്കും? പാടുക എന്നായിരിക്കും. ക്യാൻ സ്വിം എന്ന് ക്യാൻ സിങ് എന്ന് പറയുമ്പോൾ പാടാൻ കഴിയും, പാടാൻ പറ്റും എന്നായി അതിന്റെ അർത്ഥം. ഓക്കെ. ഐ സിങ്, ഐ ക്യാൻ സിങ് എന്ന് വെച്ചാൽ എനിക്ക് പാടാൻ കഴിയും അല്ലെ, എനിക്ക് പാടാൻ സാധിക്കും. ഐ ക്യാൻ സിങ്, ഐ ക്യാൻ സിങ്, എനിക്ക് പാടാൻ കഴിയും. എനിക്ക് പാടാൻ കഴിയും. ഐ ക്യാൻ സിങ്. എനിക്ക് പാടാൻ കഴിയും. 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 ചോദ്യം ക്യാൻ മുമ്പിലിട്ടാല് ചോദ്യമായി. ക്യാൻ ഐ സിങ്? എനിക്ക് പാടാൻ കഴിയുമോ? എനിക്ക് പാടാൻ സാധിക്കുമോ? എനിക്ക് പാടാൻ സാധിക്കുമോ? എനിക്ക് പാടാൻ സാധിക്കുമോ? എനിക്ക് പാടാൻ സാധിക്കുമോ? ഓക്കെ. നമുക്ക് പാടാൻ കഴിയും. വി ക്യാൻ സിങ്, വി ക്യാൻ സിങ്. നമുക്ക് പാടാൻ കഴിയും. 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 ചോദ്യം എന്ത് ചെയ്യണം? ക്യാൻ കൊണ്ടുവന്ന് മുമ്പിലിടും. ക്ലാസ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഓക്കെ. ക്യാൻ വി സിങ്? നമുക്ക് പാടാൻ കഴിയുമോ? ചോദ്യം ക്യാൻ വി സിങ്? നമുക്ക് പാടാൻ കഴിയുമോ? നമുക്ക് പാടാൻ കഴിയുമോ? ഞങ്ങൾക്ക് പാടാൻ കഴിയുമോ? ഞങ്ങൾക്ക് പാടാൻ കഴിയുമോ? ഞങ്ങൾക്ക് പാടാൻ കഴിയുമോ? ഞങ്ങൾക്ക് പാടാൻ കഴിയുമോ? ഓക്കെ. പിന്നെ യു വെച്ച് നിനക്ക് പാടാൻ കഴിയും. യു ക്യാൻ സിങ്, യു ക്യാൻ സിങ്. നിനക്ക് പാടാൻ കഴിയും. യു ക്യാൻ സിങ്. ഇതെല്ലാം പറയാം അത് വെച്ച് അല്ലെ, യു തന്നെ വെച്ച് എല്ലാം പറയാം. യു ക്യാൻ സിങ്. നിനക്ക് പാടാൻ കഴിയും. നിനക്ക് പാടാൻ സാധിക്കും. നിനക്ക് പാടാൻ സാധിക്കും. നിനക്ക് പാടാൻ പറ്റും. നിനക്ക് പാടാൻ പറ്റും. നിങ്ങൾക്ക് പാടാൻ പറ്റും. താങ്കൾക്ക് പാടാൻ പറ്റും. അങ്ങേക്ക് പാടാൻ പറ്റും. ഓക്കെ. ചോദ്യം ക്യാൻ കൊണ്ടുവന്ന് മുമ്പിലിടുന്നു, ചോദ്യമാവുന്നു. ക്യാൻ യു സിങ്? നിനക്ക് പാടാൻ പറ്റുമോ? കഴിയുമോ? സാധിക്കുമോ? ക്യാൻ യു സിങ്? ക്യാൻ യു സിങ്? ചോദ്യമാണ്. നിനക്ക് പാടാൻ കഴിയുമോ? ക്യാൻ യു സിങ്? നിനക്ക് പാടാൻ കഴിയുമോ? നിനക്ക് പാടാൻ കഴിയുമോ? നിനക്ക് പാടാൻ കഴിയുമോ? നിനക്ക് പാടാൻ സാധിക്കുമോ? നിനക്ക് പാടാൻ സാധിക്കുമോ? നിനക്ക് പാടാൻ സാധിക്കുമോ? നിനക്ക് പാടാൻ പറ്റുമോ? നിനക്ക് പാടാൻ പറ്റുമോ? ഓക്കെ. ഇനി അടുത്തത് അവന് അല്ലെ, അവന് പാടാൻ കഴിയും. ഹി ക്യാൻ സിങ്. അവന് ഇതിനുള്ള കഴിവുണ്ടെന്ന് പറയാൻ. ഹി ക്യാൻ സിങ്. അവന് പാടാൻ കഴിയും. അവന് പാടാൻ കഴിയും. ഹി ക്യാൻ സിങ്. അവന് പാടാൻ കഴിയും. 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 അവന് പാടാൻ കഴിയും.
ഇനി ചോദ്യം ക്യാൻ മുൻപിലിടുക. അവന് പാടാൻ പറ്റുമോ? അവന് പാടാൻ കഴിയുമോ? ക്യാൻ ഹി സിംഗ്? ക്യാൻ ഹി സിംഗ്? അവന് പാടാൻ കഴിയുമോ? ക്യാൻ ഹി സിംഗ്? അല്ലെ, ഒരു ക്വസ്റ്റ്യന്റെ മോഡൽ ചോദിച്ചു പിടിക്കണേ. അവന് പാടാൻ കഴിയുമോ? 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 അയാൾക്ക് പാടാൻ കഴിയുമോ? അദ്ദേഹത്തിന് പാടാൻ കഴിയുമോ? എല്ലാം ഹി തന്നെയാ അല്ലെ. അവൾക്ക് പാടാൻ കഴിയും. ഷീ ക്യാൻ സിംഗ്. ഷീ ക്യാൻ സിംഗ്. അവൾക്ക് പാടാൻ സാധിക്കും. അവൾക്ക് പാടാൻ സാധിക്കും. അവൾക്ക് പാടാൻ കഴിയും. അവൾക്ക് പാടാൻ പറ്റും. അവൾക്ക് പാടാൻ പറ്റും. അവൾക്ക് പാടാൻ കഴിയും. ചോദ്യം ക്യാൻ മുമ്പിലിടുക. ചോദ്യമായി ക്യാൻ ഷീ സിംഗ്? ക്യാൻ ഷീ സിംഗ്? ക്യാൻ ഷീ സിംഗ്? അവൾക്ക് പാടാൻ കഴിയുമോ? 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 ഇനി ലാസ്റ്റ് വൺ, ദേ. അവർക്ക് പാടാൻ കഴിയും. ദേ ക്യാൻ സിംഗ്. ദേ ക്യാൻ സിംഗ്. അവർക്ക് പാടാൻ കഴിയും. ദേ ക്യാൻ സിംഗ്. അവർക്ക് പാടാൻ കഴിയും. അവർക്ക് പാടാൻ കഴിയും. അവർക്ക് പാടാൻ പറ്റും. അവർക്ക് പാടാൻ സാധിക്കും. അവർക്ക് പാടാൻ കഴിയും. അവർക്ക് പാടാൻ കഴിയും. ഇനി ചോദ്യം ക്യാൻ മുൻപിലിടുക. ചോദ്യമായി ക്യാൻ ദേ സിംഗ്? ക്യാൻ ദേ സിംഗ്? അവർക്ക് പാടാൻ പറ്റുമോ? ക്യാൻ ദേ സിംഗ്? അതിനുള്ള കഴിവുണ്ടോ എന്നേക്കുന്നതിന്. അപ്പോ ക്യാൻ ദേ സിംഗ്? അവർക്ക് പാടാൻ കഴിയുമോ? 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 അവർക്ക് പാടാൻ സാധിക്കുമോ? അവർക്ക് പാടാൻ പറ്റുമോ? അവർക്ക് പാടാൻ പറ്റുമോ? ഓക്കെ. നൗ ടുഡേസ് ലാസ്റ്റ് വേർബ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വെബ്സിൽ ഒന്നാണ്. എന്താണ്? ബേസ് ഫോം ഹെൽപ്പ് അല്ലെ. ഹെൽപ്പ് ബേസ് ഫോം ആണ്. യഥാർത്ഥം സഹായിക്കുക. ബേസ് ഫോമിന്റെ അർത്ഥം എപ്പോഴും അങ്ങനെ ആയിരിക്കുള്ളൂ. പോവുക, വരിക, തിന്നുക, അങ്ങനെ എന്നായിരിക്കും ബേസ് ഫോമിൽ. എവിടെ ഹെൽപ്പ്, HELP, ഹെൽപ്പ്, സഹായിക്കുക. ഓക്കെ. എനിക്ക് സഹായിക്കാൻ പറ്റും. എനിക്ക് സഹായിക്കാൻ പറ്റും. ഐ ക്യാൻ ഹെൽപ്പ്. നമുക്കിത് ദമ്മൊക്കെ വെച്ച് പഠിക്കാം. എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് ദം. ഐ ക്യാൻ ഹെൽപ്പ് ദം. ഐ ക്യാൻ ഹെൽപ്പ് ദം. ദമ്മ ഇംഗ്ലീഷിൽ അവസാനം പറയും. നമ്മൾ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് കഴിയുമ്പോൾ തന്നെ പറയും എനിക്ക് അവരെ. പിന്നെ നമ്മൾ വെറുതെ അവസാനം പറയുള്ളൂ. നമ്മുടെ ഭാഷയിൽ അങ്ങനെയാണ്. എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് ദം. ഐ ക്യാൻ ഹെൽപ്പ് ദം. എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും. 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 ചോദ്യം ക്യാൻ മുമ്പിലിട്ടാൽ മതി. ക്യാൻ ഐ ഹെൽപ്പ് ദം? എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ? കഴിയുമോ? എനിക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ? എനിക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ ഐ ഹെൽപ്പ് ദം? ക്യാൻ ഐ ഹെൽപ്പ് ദം? ക്യാൻ ഐ ഹെൽപ്പ് ദം? ഓക്കെ. എനിക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ? 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 എനിക്ക് അവരെ സഹായിക്കാൻ സാധിക്കുമോ? ഓക്കെ. ഇനി നമുക്ക് അവളെ സഹായിക്കാൻ കഴിയും. നമുക്ക് അവളെ സഹായിക്കാം. അവളെ എന്നുള്ളതിന് വാക്ക് ഹെർ, HER. ഓക്കെ. നമുക്ക് അവളെ സഹായിക്കാൻ കഴിയും. വി ക്യാൻ ഹെൽപ്പ് ഹെർ. വി ക്യാൻ ഹെൽപ്പ് ഹെർ. വി ക്യാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടാ? ഹെൽപ്പ് ഹെർ. ഓക്കെ. വി ക്യാൻ ഹെൽപ്പ് ഹെർ. വി ക്യാൻ ഹെൽപ്പ് ഹെർ. നമുക്ക് അവളെ സഹായിക്കാൻ കഴിയും. 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 ഇനി ക്വസ്റ്റ്യൻ, ക്യാൻ വി ഹെൽപ്പ് ഹെർ? നമുക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ? നമുക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കണേ. ക്യാൻ വി ഹെൽപ്പ് ഹെർ? ക്യാൻ വി ഹെൽപ്പ്, അല്ലെങ്കിൽ അതിനുള്ള മാർഗമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണേ. ക്യാൻ വി ഹെൽപ്പ് ഹെർ? ക്യാൻ വി ഹെൽപ്പ് ഹെർ? നമുക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ? നമുക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ? നമുക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ? നമുക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ? നമുക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ?
നമുക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ? നീയു, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എന്നെ എന്നുള്ളതിന് വാക്ക് മീ, ME, മീ. നിനക്ക് എന്നെ നീ എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ, നിനക്കെന്ന് പറയുള്ളൂ അല്ലേ? ഇംഗ്ലീഷിൽ പക്ഷെ യു. നമ്മളിത് കണ്ടതാണ്, എങ്കിൽ അത് ശ്രദ്ധിക്കണേ. യു ക്യാൻ ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ ഗതി കേട്ടില്ല. നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് പറയും. യു ക്യാൻ ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും. യു ക്യാൻ ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും. 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 ക്വസ്റ്റ്യൻ ക്യാൻ കൊണ്ടുപോയി മുമ്പിലില്ല. ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത്. ഇംഗ്ലീഷുകാര് ക്യാൻ യു ഹെൽപ്പ് മീ അങ്ങനെയാണ്. കേട്ട് കേട്ട് പഠിക്കുകയാണ്. ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഓക്കെ. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. ഹി ക്യാൻ ഹെൽപ്പ് അസ്. ഹി ക്യാൻ ഹെൽപ്പ് അസ്. അവന് അതിനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത്, നമ്മളെ സഹായിക്കാനുള്ള കഴിവ് അവനുണ്ടെന്ന് പറയണേ അല്ലേ? നമുക്കറിയാം അതിന്റെ അർത്ഥം. ഹി ക്യാൻ ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ, അസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഞങ്ങളെ. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. ഹി ക്യാൻ ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. പിന്നെ ക്വസ്റ്റ്യൻ, അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അവനെന്തിനു പറ്റുമോ എന്ന് ചോദിക്കണേ, സാധിക്കുമോ എന്ന് ചോദിക്കണേന്ന്. ക്യാൻ ഹി ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ ഹി ഹെൽപ്പ് അസ്. ക്യാൻ ഹി ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അവന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? യെസ്. ഇനി ഷീ, അവൾക്ക് നിന്നെ സഹായിക്കാൻ. നിന്നെ എന്നുള്ളതിന് ഇംഗ്ലീഷിലെ വാക്ക് യു എന്ന് തന്നെയാണ് അല്ലെ? ഇതൊക്കെ മാറും. ദേ, അവർ, ദം, അവരെ, ഇതെല്ലാം നമുക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ യു, നീ എന്നുള്ളതിനും നിന്നെ എന്നുള്ളതിനും യു തന്നെയാണ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ആദ്യത്തെ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. അവൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഷീ ക്യാൻ ഹെൽപ്പ് യു. ഷീ ക്യാൻ ഹെൽപ്പ് യു. ഇംഗ്ലീഷിന്റെ ഓർഡർ വ്യത്യാസമുണ്ട്, അതൊക്കെ പ്രത്യേകം ഓർക്കുക. പ്രാക്ടീസ് ചെയ്താൽ കിട്ടിക്കോളൂ. ഷീ ക്യാൻ ഹെൽപ്പ് യു, അവൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഷീ ക്യാൻ ഹെൽപ്പ് യു, അവൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് പറയുക. ഷീ ക്യാൻ ഹെൽപ്പ് യു, അവൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അവൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അവൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അവൾക്ക് താങ്കളെ സഹായിക്കാൻ കഴിയും. അവൾക്ക് അങ്ങയെ സഹായിക്കാൻ കഴിയും. ഓക്കെ. ഇനി ചോദ്യം എങ്ങനെയാണ്? ക്യാൻ കൊണ്ടുവന്ന് മുമ്പിലിട്ടാൽ മതി. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ചോദ്യം. നമ്മളാണെങ്കിൽ മോ എന്നൊക്കെ ചോദിക്കും അല്ലെ? കഴിയുമോ അങ്ങനെ ചോദിക്കും. അവൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ ഷീ ഹെൽപ്പ് യു? ക്യാൻ ഷീ ഹെൽപ്പ് യു? അവൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ? അവൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ? അവൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ? അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ? അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ? അവൾക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ? അവൾക്ക് അങ്ങയെ സഹായിക്കാൻ കഴിയുമോ? ഓക്കെ. ഇനി ലാസ്റ്റ് ദേ അല്ലേ? ദേ നമുക്ക് ഏത് ഉപയോഗിക്കാം? അവനെ നമ്മൾ പറഞ്ഞല്ലോ. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയും. അവർക്ക് ദേ ക്യാൻ ഹെൽപ്പ് ഹിം. അവനെ എന്നുള്ളതിന് ഹിം, അവനെ, അയാളെ, അദ്ദേഹത്തെ, ഇതൊക്കെ എന്താണ്? ഹിം, HIM. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയും. ദേ ക്യാൻ ഹെൽപ്പ് ഹിം. ദേ ക്യാൻ ഹെൽപ്പ് ഹിം. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയും.
അവർക്ക് അവനെ സഹായിക്കാൻ കഴിയും. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയും. അവർക്ക് അവനെ സഹായിക്കാൻ സാധിക്കും. അവർക്ക് അയാളെ സഹായിക്കാൻ പറ്റും. അവർക്ക് അയാളെ സഹായിക്കാൻ പറ്റും. ചോദ്യം, ക്യാൻ മുമ്പിലിട്ട ചോദ്യം എളുപ്പമാണ്. ക്യാൻ ദേ ഹെൽപ്പ് ഹിം? ക്യാൻ ദേ ഹെൽപ്പ് ഹിം? അവർക്ക് അവനെ സഹായിക്കാൻ കഴിയുമോ? എന്ന് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കും. സോറി, മലയാളത്തില്. ഇംഗ്ലീഷിൽ അവര് എന്ത് ചെയ്യും? ക്യാൻ കൊണ്ടുവന്ന് മുമ്പിലിടും. അപ്പൊ അവരുടെ ചോദ്യമായി, നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ചോദ്യമായി. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ ദേ ഹെൽപ്പ് ഹിം? ക്യാൻ ദേ ഹെൽപ്പ് ഹിം? അവർക്ക് അവനെ സഹായിക്കാൻ കഴിയുമോ? 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 അവർക്ക് അവനെ സഹായിക്കാൻ സാധിക്കുമോ? അവർക്ക് അയാളെ സഹായിക്കാൻ സാധിക്കുമോ? അവർക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതാണ്. നമ്മൾ ഇന്ന് കണ്ടത് എന്താണ്? ക്യാനിന്റെ ഉപയോഗം. അതായത് എനിക്ക് പോകാൻ പറ്റും, എനിക്ക് പാടാൻ പറ്റും, അതൊക്കെ ഇംഗ്ലീഷുകാരെ എങ്ങനെയാ പറയുന്നത്? അത് ക്യാൻ വെച്ചിട്ട് ബേസ് ഫോം വയ്ക്കും. അങ്ങനെയാണ് അവര് ചെയ്യുന്നത്. ഞാൻ ചോദ്യം, ഇംഗ്ലീഷ് ചോദ്യത്തിന്റെയൊക്കെ സ്റ്റൈൽ ഒന്ന് തന്നെയാണ്. മലയാളത്തിൽ നമുക്ക് ഒരേ രീതിയാണ് ചോദ്യം ചോദിക്കുന്നത്. അതുപോലെ അവരെ വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുമ്പിൽ, വെർബ് എല്ലാം കൂടി കൊണ്ടുപോയിട്ടില്ല, ആദ്യത്തെ ഭാഗം മാത്രം മുമ്പിൽ കൊണ്ടുവന്നിട്ട ചോദ്യമായി. പിന്നെ ഇന്ന് നമ്മള് ദിസും ദീസും, ഇത് നമുക്ക് ദീസും നമുക്കില്ല മലയാളത്തിൽ, ഉണ്ട്, ഇവ എന്ന് പറയും. പക്ഷെ ഈ എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് പഠിക്കുക. പിന്നെ ഹോംവർക്ക് ഉണ്ടായിരുന്നു, ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. ഹോംവർക്ക് അപ്പൊ നമ്മൾ പഠിച്ചത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ഓരോ ഹോംവർക്കും. അപ്പൊ അതിന്റെ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കിന്റെ ആൻസർ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്ക്. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ടെന്നാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.